ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ മുത്തശ്ശിനെയും മുത്തശ്ശീനെയും അല്ല കേട്ടോ, നമ്മുടെ അഭിനെയും ആദർശിനെയും ഒക്കെ തന്നെയാണ്. അങ്ങനെ മുത്തശ്ശൻ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അഭിയോട്. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇത്ര വരെയൊക്കെ ആയി, നിനക്കിനി വേറെ ഒരു ശ്രദ്ധയും വേണ്ട, കാരണം നീ ഒരു കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കുകയാണ്. അപ്പം നീ ആ ഒരു ധർമ്മങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തന്നെ പാലിക്കാൻ നോക്കുക. ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ നീ, അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ നോക്കുക. ഇനി ഒരു പക്വതക്കുറവോ അതുപോലെ തന്നെ പഴയ രീതിയിൽ നടന്നിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഒരു കുഞ്ഞിൻ്റെ അച്ഛനായി അപ്പോൾ അതുപോലെ നീ ഇനി നടക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരി മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിനയത്തോടു കൂടി നമ്മുടെ അഭി അവിടെ നിന്ന് എണീറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരാൾ അനന്തപുരി തറവാട്ടിലില്ലെന്ന് തോന്നും. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് കേട്ടോ നമ്മുടെ അഭി കടന്നു പോകുന്നത്. അപ്പോൾ ഇതിന് ശേഷം കാണിക്കുന്നത് പ്രസവിച്ച് കിടക്കുന്ന നമ്മുടെ നവ്യേനെയാണ്. അപ്പം നവ്യയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് കിടത്തുകയാണ്. ഇനി മുതൽ മോനെ അമ്മയുടെ ചൂട് പറ്റി കിടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ഈ കുഞ്ഞിനെ ആയിട്ട് നമ്മുടെ കനക നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം നവ്യയുടെ അടുത്തേക്ക് കിടത്തുന്നു. അപ്പം നമ്മുടെ നയനയും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ ഇവരെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്ന അഭി എന്തിയെന്നാണ്. അപ്പം അഭി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, അവൻ ഇപ്പോഴും ഒന്ന് അങ്ങോട്ട് മാറിയത്. എന്തൊരു ടെൻഷനായിരുന്നു എന്നറിയോ, പ്രസവിക്കാൻ കയറി നിന്നെക്കാളും ടെൻഷനായിരുന്നു അവന്. അവൻ്റെ സ്വഭാവത്തിൻ്റെ മാറ്റം തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ചത് കൊണ്ടാണ്. ഈ കുഞ്ഞ് ജനിച്ചത് കൊണ്ട് അവൻ്റെ സ്വഭാവമൊക്കെ മാറി കിട്ടിയല്ലോ, അവൻ്റെ സ്വഭാവം നല്ലതായില്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതാ എൻ്റെ ഒരു ആശ്വാസം. അപ്പം കനകയും പറയാണ് അത് തന്നെയാണ് ഗോവിന്ദേട്ടൻ്റെ ആശ്വാസം. ഇപ്പം നിങ്ങൾ രണ്ടു മക്കളും നല്ല രീതിയിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്, അത് കാണുമ്പോൾ ഗോവിന്ദേട്ടന് ഒരുപാട് സന്തോഷമാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നവി പറഞ്ഞല്ല അമ്മയ്ക്ക് സന്തോഷമൊന്നുമില്ലേ. അതെന്ത് ചോദ്യം മോളെ ഇത്, എനിക്ക് സന്തോഷം ഇല്ലാതെ ഇരിക്കുമോ, ഞാനൊരു അമ്മൂമ്മയായില്ലേ, അതിലേറെ സന്തോഷമാണ് അബിയുടെ ആ ഒരു മാറ്റം. ഇനിയിപ്പം നന്ദു അവളുടെ കാര്യവും കൂടി ഒന്ന് സേഫ് ആകണം. അപ്പോഴാണ് നമ്മുടെ നയന പറഞ്ഞത് നന്ദുവിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കും ടെൻഷന്. വേറൊന്നുമല്ല, എനിക്ക് ഇപ്പോഴും നന്ദുവിനെ ഓർത്തിട്ട് ഭയങ്കര വിഷമങ്ങളൊക്കെ തന്നെയാണ്. ആദർശേട്ടനും അതുപോലെ ആദർശേട്ടൻ്റെ അമ്മയും അത് 100 തവണ എന്നോട് പറയാറുണ്ട്. അനി ആ ഒരു പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത്, അനാമികയായിട്ട് നല്ല രീതിയിൽ പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം എന്തായി തീരുന്നറിയില്ല. ഇതിനൊക്കെ കാരണക്കാരി ഞാനാണല്ലോ എന്ന് ഓർത്തിട്ടാ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞെന്ന് കനങ്ങി ചോദിച്ചപ്പം അല്ല, അന്ന് ഞാൻ ഇവർ തമ്മിലുള്ള ബന്ധം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ, ഇത്രയൊന്നും പ്രശ്നമാവില്ലായിരുന്നല്ലോ. അനാമിക അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരികയില്ലായിരുന്നു. വേണ്ട മോളെ, ഒരിക്കലും വേണ്ട. ഇനിയൊരു മകള് എൻ്റെ ഇനിയുള്ള ആകെ ഒരു മകളാണ്. അവളെ ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് ഇനി പറഞ്ഞു വിടില്ല. കാരണം ഒരു വീട്ടിൽ നിന്ന് 3 മക്കൾ അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. അതുമല്ല അവളുടെ സ്വഭാവത്തിന് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ, ആ മാറ്റങ്ങളൊക്കെ മാറിക്കിട്ടും. അതുമാത്രമല്ല അവളിപ്പം പോലീസ് ക്യാമ്പിലല്ലേ ഉള്ളത്, അവൾ SI ആയിട്ട് വരുമ്പോൾ തന്നെ അവളുടെ സ്വഭാവം ആകെപ്പാടെ മാറിക്കോളും. പിന്നെ അനിയുടെ സ്വഭാവം അങ്ങ് മാറും. പതുക്കെ പതുക്കെ അനിയും അനാമികയും ഒന്നിക്കുന്നു പറഞ്ഞപ്പം നയന പറഞ്ഞു എനിക്കൊരിക്കലും ഒരു പ്രതീക്ഷയുമില്ല. കാരണം അനാമിക അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയാണ്. അവളെ ഒരാൾക്കും സ്നേഹിക്കാനോ ഭാര്യയായിട്ട് അംഗീകരിക്കാനോ ഒന്നും പറ്റില്ല. അവളുടെ കയ്യിലിരിപ്പ് മഹാമോശമാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ കുട്ടി കിടന്ന് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. നവ്യാണ് കുട്ടീനെ സമാധാനിപ്പിക്കുന്നു. അപ്പം നയന ഇങ്ങനെ കുട്ടീനെയൊക്കെ നോക്കിയൊക്കെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ മുത്തശ്ശനെ കാണിക്കും. മുത്തശ്ശനെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് വിറക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് ചെല്ലുക. അന്ന് ചോദിക്കുക എന്തു പറ്റി അച്ഛൻ എന്താ ഇങ്ങനെ ചിന്തയിലൊക്കെ മുഴുകിയിരിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം ഞാൻ ചോദിക്കണം എന്നോർത്തതാ, അച്ഛന് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞങ്ങളൊന്നും ചോദിക്കാതിരുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചത്, ഒരു പ്രശ്നവുമില്ല. അതുമാത്രമല്ല ഇവിടെ എൻ്റെ 2 മക്കളുണ്ട്, അജയനും ജയനും. ആ 2 പേരും എന്നോട് ചോദിക്കാത്ത കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ഒരു ആൻസർ എനിക്കിപ്പോൾ തരാനും തോന്നുന്നില്ല. അത് ഞാനിപ്പോൾ അവരുടെ തരത്തുമില്ല. അല്ല അച്ഛൻ ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ അച്ഛൻ പറയുമൊന്നും വേണ്ട. ഞങ്ങളാരും ഒന്നും നിർബന്ധിക്കാൻ പോകുന്നില്ല. പിന്നെ ചന്തുമോളുടെ കാര്യം ഓർത്ത് അച്ഛൻ പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ വീട്ടിലെ കൊച്ചുമകളായിട്ട് തന്നെ, അതെ ദേവയാനി, ഈ വീട്ടിലെ കൊച്ചുമകളായിട്ട് തന്നെ അവളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും വേണം. ഇപ്പോൾ ഒരു കൊച്ചുമകൻ നമ്മുടെ ഈ വീട്ടിലുണ്ടായിരിക്കുകയാണ്. അനന്തപുരി തറവാട്ടിൽ ആദ്യമായിട്ടൊരു കൊച്ചുമകൻ ഉണ്ടായി എന്ന് പറയരുത്. ഇതിനു മുമ്പ് ഒരു കൊച്ചുമകളും കൂടെ ഉണ്ട് എന്ന് നമ്മളൊക്കെ കരുതുക, അത് മതി. അവൾ ഈ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകളായിട്ട് തന്നെ വളരണം, അതാ എനിക്ക് വേണ്ടത്. മുത്തശ്ശൻ എന്നല്ല അച്ഛൻ പറയുന്നത് പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവാം. അപ്പം ദേവയാനിക്ക് ആ കുട്ടിയോട് ദേഷ്യവും പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല കേട്ടോ, സ്നേഹം മാത്രമാണുള്ളത്. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അഭി ചെല്ലുകയാണ് കേട്ടോ.
നവ്യയുടെ അടുത്തേക്ക് അഭി ചെല്ലുന്ന ഉടനെ തന്നെ ഭയങ്കര സന്തോഷമാവുക നമ്മുടെ നവ്യക്ക്. നവ്യ എന്നിട്ട് കുട്ടീനെ കാണിച്ചിട്ട് ദേ കുട്ടി അഭിയുടെ അമ്മയെ പോലെ ഇരിക്കുന്നെന്ന് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞപ്പം അതെ എനിക്കും തോന്നുന്നുണ്ട്, അമ്മയുടെ അതേ മുഖഛായയുണ്ട്. ഏതായാലും കുഞ്ഞ് ജനിച്ചത് ഒരു സന്തോഷ വാർത്തയായിട്ട് തന്നെയാണ്. ഇവനെ നമ്മുടെ ഭാഗ്യനിധിയായ കുഞ്ഞാ. അതുകൊണ്ട് എന്നെ ആദർശേട്ടൻ ഇപ്പോൾ ഒരു ബ്രാഞ്ച് കൂടി ഏൽപ്പിച്ചു. ഇത് കേട്ടപ്പോൾ നമ്മുടെ നവ്യക്ക് സന്തോഷമായിട്ട്. അപ്പോൾ നവ്യ പറഞ്ഞു കുഞ്ഞ് ജനിച്ചതിൻ്റെ മാറ്റങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിലും ഇങ്ങനെ പറയാറുണ്ടല്ലോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കഷ്ടകാലങ്ങൾ മാറും, ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കഷ്ടകാലങ്ങൾ വരുന്നൊക്കെ. അപ്പോൾ ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കഷ്ടകാലം മാറിയതായിരിക്കും അഭിയല്ല നവ്യ പറഞ്ഞപ്പം അഭിയും പറയുന്നുണ്ട് അതെ അതെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പം എൻ്റെ കഷ്ടകാലം മാറിയതായിരിക്കും. അപ്പോൾ ഇതേ സമയം വീണ്ടും നമ്മുടെ അനന്തപുരി തറവാട് കാണിക്കുകയാണ്. അനന്തപുരി തറവാട്ടിൽ നമ്മുടെ ചന്തുമോളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനി ഇങ്ങനെ കാറൊക്കെ വെച്ച് ഓടിപ്പിച്ചൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നു. കൊച്ച് ഭയങ്കര ചിരിയൊക്കെ ഉണ്ട്, കാറ് തമ്മിൽ കൂട്ടിയിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊച്ച് ഇങ്ങനെ അവരുടേതായ രീതിയിൽ പിള്ളേരുടെ രീതിയിൽ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ദേവയാനി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ജലജ ദേഷ്യം വന്നിങ്ങനെ നിൽക്കുകയാണ്. ജലജയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇപ്പം ജലജയാണെങ്കിൽ ഈ ഇടത്തേക്ക് ഇത് എന്തിൻ്റെ സൂക്കേടാ വലിഞ്ഞു കയറി കണ്ട പെണ്ണുങ്ങളെയൊക്കെ കൊച്ചുങ്ങളെയൊക്കെ വിളിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് കയറ്റിയിട്ട് ഇതെന്താ കാണിക്കുന്നത്, ഇതത്രയ്ക്ക് ശരിയായ നടപടിയൊന്നും അല്ല, ഇവിടെയൊക്കെ എന്തിനാ സ്നേഹിക്കുന്നത്, വലിഞ്ഞു കയറി വന്നതല്ലേ എന്ന് പറയുമ്പം നമ്മുടെ ദേവയാനി പറയാണ് എന്താ ജലജ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ തല മറന്ന് എണ്ണ തേക്കരുത്, നീ ഏത് വഴിയിൽ കൂടെ ഇങ്ങോട്ട് വന്നതെന്ന് അറിയാലോ, ഞാൻ ഏത് വഴിയിൽ കൂടെ വന്നോട്ടെ, എനിക്ക് സത്യം പറഞ്ഞ് ഇപ്പം ഈ വഴി കൂടെ വരണ്ടായിരുന്നെന്നാ തോന്നിപ്പോകുന്നത്, എന്തിനാ ഈ വീട്ടിലേക്ക് വെറുതെ എന്നെ വിളിച്ച് കയറ്റിയത്, ഈ വീട്ടുകാർ ചെലവും നോക്കി എന്നെ വളർത്തിയത്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണാനോ, അതാണല്ലോ ഞാനിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്കിഷ്ടമില്ലാത്തവരാ ഇപ്പം ഈ വീട്ടിൽ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത്, പിന്നെ എനിക്ക് എങ്ങനെ സമാധാനം കിട്ടാനാ, അതുകൊണ്ട് തന്നെ വല്ല അനാഥാലയത്തിലും വളർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഈ കുട്ടി ഇത് കേൾക്കുന്നുണ്ട്. ജലജ ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഈ കുട്ടി ഇത് കേട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ദേവയാനിക്ക് ഒരു സങ്കടം. അപ്പം ദേവയാനി പറഞ്ഞു മോള് വിഷമിക്കണ്ട കേട്ടോ, അവൾ അങ്ങനെയൊക്കെ പറയും, മോള് വിഷമിക്കൊന്നും വേണ്ട, മോളെ സ്നേഹിക്കാൻ ഞങ്ങളെല്ലാവരും ഇല്ല, പിന്നെ എന്തിനാ മോള് വിഷമിക്കുന്നത്, ഒരു വിഷമവും മോക്ക് വേണ്ട, മോളുടെ കൂടെ കളിക്കാനും മോളെ സ്നേഹിക്കാനും ഞാനും നയന ആൻറ്റിയൊക്കെ ഇല്ലേ, അത് മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുട്ടി ആ ശരി ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവയാനിയോട്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയോട് മുത്തച്ഛനും മുത്തശ്ശിയും പറയാം നീ ഇതുവരെ പോയില്ലേ, നീ നിന്റെ മരുമകളെ കാണാനോ പോട്ടെ, നിന്റെ മകന്റെ കൊച്ചിനെങ്കിലും കാണാൻ നിനക്ക് പോകത്തില്ല എന്ന് പറയുമ്പം അതിന് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തന്നെ ഒരുങ്ങുമായിരുന്നു. ഓഹോ അപ്പം അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണല്ലേ, എന്താ നിന്റെ ഉദ്ദേശം, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം എന്നാണോ നിന്റെ ഉദ്ദേശം, അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്, ഞാൻ പോകണം താനും പ്രശ്നം ഉണ്ടാക്കരുത് താനും, ഇതെല്ലാം നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത്, പിന്നെ എൻ്റെ കൊച്ചുമകനെ കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട്, അത് അവളെ കാണാൻ വേണ്ടിയല്ല എൻ്റെ കൊച്ചുമകനെ കാണാൻ വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞപ്പം നിനക്ക് ആ ഒരു തോന്നലെങ്കിലും ഉണ്ടല്ലോ നിന്റെ കൊച്ചുമകനാണ് എന്ന്, എങ്കിൽ ചെല്ല സമയം വെച്ച് താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ ചെന്നോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു അവിടെ ഒരു പെണ്ണ് പ്രസവിച്ച് കിടപ്പുണ്ട്, അതിന്റെ മെക്കിട്ടൊന്നും കയറി പോകാൻ നിൽക്കരുത് കേട്ടോ നീയാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരുടെയും മെക്കിട്ട് കയറുന്നൊന്നുമില്ല, ഞാൻ എൻ്റെ കൊച്ചുമകനെ കണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞപ്പോഴത്തേക്കും അല്ലാതെ നീ ഒരു ദിവസം അവിടെ നിൽക്കാൻ പാടില്ലല്ലേ, എടി സാധാരണ പ്രസവത്തിന് കൊണ്ടുപോകുമ്പം നിന്റെ മകന്റെ കൊച്ചാ ഉണ്ടാകുന്നത് എന്നോട് പ്രതീക്ഷയോട് കൂടി അതിനെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ഒരു സമയം വരെ ലേബർ റൂമിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും ചെയ്യുന്നത്, പക്ഷെ നീ അതൊന്നും ചെയ്യുന്നില്ല, ഇനിയിപ്പോൾ പോകാൻ ഇറങ്ങിയതല്ലേ, ഞാനൊന്നും പറയുന്നില്ല, നീ പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ജലജ നേരെ ചെല്ലുകയാണ്. ജലജ ചെല്ലുമ്പോഴത്തേക്കും അഭിയും നമ്മുടെ നവ്യയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊച്ചിനെ അഭി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ട് അത്രയ്ക്ക് സുഖിക്കുന്നില്ല. അങ്ങനെ കയറി അങ്ങ് ചെന്ന് കേട്ടോ. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാ എൻ്റെ അമ്മായിമ്മ വന്നല്ലോ എന്നിങ്ങനെ നവ്യ പറഞ്ഞു. അതെ ഞാൻ വന്നു, ഇങ്ങനെ വരാതിരിക്കും, എനിക്കറിയാം ആരെങ്കിലും പ്രഷർ ചുമത്തി കാണും, അതുകൊണ്ടല്ലേ എൻ്റെ അമ്മായിമ്മ വന്നത്, അല്ലാതെ ഒരിക്കലും എൻ്റെ അമ്മായിമ്മ വരില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എടി ഇനിയെങ്കിലും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഞാൻ ദേ എൻ്റെ കൊച്ചുമകനെ കാണാൻ വേണ്ടി വന്നതാ. അതെ അതെ വന്നു, കണ്ടോ, എടുക്കുന്നില്ലേ, എടുക്കുന്നൊന്നുമില്ല, അല്ല കൊച്ചുമകന് അമ്മേനെ പോലെ തന്നെ ഇരിക്കുന്നെന്ന്, എൻ്റെ അമ്മായിമ്മേനെ പോലെ തന്നെ ഇരിക്കുന്നെന്ന് എല്ലാവരും പറയുന്നത്. ഓ എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ അഭിയും പറഞ്ഞു അല്ലമ്മേ കുറച്ച് ഷേപ്പൊക്കെ അമ്മയുടെ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ നീ കൂടുതൽ നിന്റെ ഭാര്യനെ സുഖിക്കൊന്നും വേണ്ട, എൻ്റെ ഷേപ്പൊന്നും അല്ല ഈ ജന്തുവിനുള്ളത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യ പറഞ്ഞു എന്തൊക്കെയാ അഭിയുടെ അമ്മ ഈ വിളിച്ചു പറയുന്നത്, കൊച്ചു കുഞ്ഞല്ലേ അതിനെ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളുവോ, എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വീഴത്തുള്ളൂ, എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഒലിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ അഭി പറഞ്ഞു അല്ല എല്ലാവരും പറയുന്നത് കുഞ്ഞമ്മേനെ പോലെ ഇരിക്കുന്നത് എന്നാ, അപ്പം അതുകൊണ്ടാണ് അവളിങ്ങനെ പറഞ്ഞതെന്ന് പറയുക. അപ്പോഴേക്കും നമ്മുടെ നവ്യ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഏതായാലും എൻ്റെ അമ്മായിയമ്മ വന്നല്ലേ, എന്നാൽ പിന്നെ ഇവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാർ കാണും, ഒന്ന് പോയി കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കുന്നത്, പിന്നെ എൻ്റെ കണ്ണൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട നിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ
ജലജ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ നവ്യേനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, അമ്മ വന്നതല്ലേ, ഇന്ന് നവ്യക്ക് അമ്മ കൂട്ട് നിൽക്കാൻ പറഞ്ഞപ്പം ഇവക്ക് ഞാൻ കൂട്ട് നിൽക്കാൻ, എൻ്റെ ജന്മത്തിൽ ഇവക്ക് ഞാൻ കൂട്ടൊന്നും നിൽക്കത്തൊന്നുമില്ല, അതിൻ്റെ കാര്യം എനിക്കില്ല. അല്ല, നയനയും ഇവളുടെ അമ്മയും ആയിരുന്നു ഇത്രയും ദിവസം നല്ല ഇത്രയും നേരം ഇവിടെ കൂട്ടിരുന്നത്. ഇപ്പോഴും അവർ വെളിയിൽ പോയതേ ഉള്ളൂ. അപ്പോൾ അവരൊന്ന് റെസ്റ്റ് എടുക്കുമല്ലോ അമ്മ ഇവിടെ കൂട്ടിരിക്കുകയാണെങ്കിൽ. പിന്നെ ഞാനിവിടെ കൂട്ടിരിക്കാനും കൂട്ടുകിടക്കാനും ഒന്നും വന്നതല്ല, എനിക്ക് പോണം വീട്ടിലേക്ക്. എനിക്ക് ഈ ഹോസ്പിറ്റലൊന്നും അത്രയ്ക്ക് പിടിക്കില്ല. അപ്പോഴാണ് നമ്മുടെ നവ്യ പറയുന്നത്, ഹോസ്പിറ്റലിൽ പിടിക്കില്ല എന്നൊന്നും പറയല്ലേ, ഒരു അസുഖം വന്നാൽ തീരാന്നതേ ഉള്ളൂ, പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. നിന്റെ നാവ് എടുത്തിട്ട് നീ ഒന്നും വളയ്ക്കാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്ന് ഒന്ന് ടെസ്റ്റ് നടത്തിയിട്ട് പോക്കോ, കണ്ണിന് തീരെ കാഴ്ചക്കുറവ് ചിലപ്പം കാണത്തില്ല, അതുകൊണ്ട് ടെസ്റ്റ് നടത്തിക്കിട്ട് പോക്കോ. വരുന്നവരെല്ലാം എൻ്റെ മകൻ അമ്മായിയമ്മേനെ പോലെ തന്നെ ഇരിക്കുന്നെന്നാ പറയുന്നത്. ദേ നിന്റെ അമ്മയില്ലേ കനക, അവളെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്, അല്ലാതെ എന്നെ പോലെയല്ല. എൻ്റെയോ എൻ്റെ മോൻ്റെയോ ഒരു ഷേപ്പ് ഈ കുഞ്ഞിനില്ല. അതെങ്ങനെ ഈ കുഞ്ഞിന് ഷേപ്പ് ഉണ്ടാകും? അപ്പോഴത്തേക്ക് നമ്മുടെ അഭി പറഞ്ഞു, എന്തിനാ പ്രസവിച്ച് കിടക്കുന്ന ഇവളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ അമ്മ സംസാരിക്കുന്നത്, അമ്മയ്ക്കൊന്ന് സമീപനം പാലിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ജലജയാണെങ്കിൽ അതും ഇതുമൊക്കെ പറയുന്നു. അപ്പം നവ്യ പറഞ്ഞു, വേണ്ട, ആരും ഇവിടെ നിൽക്കണമെന്നില്ല, കാരണം എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ കൂടെ ഏത് നേരവും ഈ റൂമിനകത്തുണ്ടായിരുന്നു. അവർ നിൽക്കുന്നത് തന്നെ എനിക്ക് ആശ്വാസം. ഇതുപോലെ ചൊറിയുന്ന വർത്താനം പറയാനായിട്ട് നിൽക്കുകയാണെങ്കിലേ എൻ്റെ അമ്മായിയമ്മ ഇവിടെ നിൽക്കണ്ട, പോകുന്നത് നല്ലത്. ഞങ്ങൾക്ക് ചെറിയ ആശ്വാസം ഇപ്പോൾ ഉണ്ട്, അതുകൂടെ തകർക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാടി അങ്ങോട്ടേക്ക് 28 കഴിഞ്ഞ് നീ അങ്ങോട്ടേക്കല്ലേ വരുന്നതെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് നമ്മുടെ ജലജ ഇറങ്ങിപ്പോ ആ കുട്ടീനൊന്നും എടുത്ത് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ആ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിനെയും നവ്യനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ നവ്യ അഭിയോട് പറയാണ്, നിന്റെ അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോടാ, ഇതെന്താ നിന്റെ അമ്മയുടെ സ്വഭാവം മാറാത്തതെന്ന്. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, എന്ത് ചെയ്യാനാ, അതൊന്നും നമുക്ക് കാര്യമാക്കണ്ട. ഇപ്പം എനിക്ക് ഏക ആശ്വാസം എനിക്ക് ഭാഗ്യം വന്നല്ലോ, അത് തന്നെയാണ് എൻ്റെ ഭാഗ്യം തന്നെ ഇതൊക്കെ. അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഒരു ബ്രാഞ്ച് എൻ്റെ കയ്യിലായത്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറഞ്ഞു, അല്ല നീ ഇപ്പം പറഞ്ഞത് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണെന്നല്ലേ, പിന്നെ എങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് നിന്റെ ഭാഗ്യമായത്? അല്ല, ഞാൻ പറഞ്ഞു വന്നപ്പം ആ ലെവലിൽ അങ്ങ് പറഞ്ഞതാണെന്ന്. അപ്പം ഇതിനിടയിൽ നമ്മുടെ ജലജ പോകുന്നതിന് മുമ്പ് തന്നെ ചെറിയൊരു സൂചന നവ്യക്ക് കൊടുക്കുകയാണ്, നീ ഇവിടെ കിടന്നോടി, അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ എന്ന്. അപ്പം എന്തോ അനന്തപുരി തറവാട്ടിൽ നടക്കുന്നുണ്ടെന്നും അവിടെ എന്തോ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടെന്നും ഒക്കെ നമ്മുടെ നവ്യക്ക് ചെറിയ തോതിൽ മനസ്സിലായി. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പോയത്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്ന്. അപ്പം അഭി പറയുന്നുണ്ട്, ഇപ്പം ഏതായാലും നീ കാത്തിരുന്നോ നിന്റെ ഭർത്താവിനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അംഗീകരിക്കുന്നത് കാണാനായിട്ട്. കാരണം വേറൊന്നുമല്ല, ചിലവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നുണ്ട്, ഈ പറയുന്ന ആദർശേട്ടൻ അത്ര നല്ല ആളൊന്നും അല്ല എന്ന്. ഇത് കേട്ടതും ആദർശേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്, നിന്റെ ഏട്ടൻ ആരാണ് എന്താണെന്ന് നിനക്കറിയുന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. കാരണം അനന്തപുരി തറവാട്ടിലെ കൊച്ചുമക്കളിൽ ഏറ്റവും നല്ല മനസ്സുള്ളതും നീറ്റായ ആളുമൊക്കെ തന്നെയാണ്, സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ ഒക്കെ നിൽക്കുന്ന ആളാണ്, കള്ളം പറയാത്ത ആളാണ് ആദർശേട്ടൻ. അതുകൊണ്ട് ആദർശേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിനക്കറിയില്ല, ഇനിയിപ്പോൾ എന്തുണ്ടായാലും നിന്റെ ഭർത്താവിൻ്റെ കൂടെ നീ നിൽക്കണം, എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും തന്നെ എന്തൊക്കെയോ ചെറിയ സംശയം തോന്നുകയാണ് കേട്ടോ നമ്മുടെ നവ്യക്ക്. ഇനിയിപ്പോൾ എന്തോ അനന്തപുരി തറവാട്ടിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വിശേഷത്തിനായിട്ട് നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും അടുത്ത വിശേഷവുമായിട്ട് വരുന്ന എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കല്ലേ.